ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു കത്രിക്ക മസാല തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 വലിയ കത്രിക്ക ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് 3-4 പ്രാവശ്യം കഴുകി അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കത്രിക്കയുടെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റുക. പച്ചമുളക് ഓരോന്നും 4 കീറിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വാടിയതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. 1 പിടി ചുവന്നുള്ളി ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഒരു തൈര് മാത്രം കൂട്ടി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചോറുണ്ണാം. ഇപ്പോൾ ഇതാ ചുവന്നുള്ളി ഏകദേശം ഒന്ന് വാടി വന്നു. ഒരുപാടങ്ങ് കളർ മാറുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 5-6 വെളുത്തുള്ളി ചതച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചതച്ചാണ് ചേർക്കുന്നത്. ഇനി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് 3/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ആ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ പൊടികളുടെ ഒരു പച്ചമണമൊന്ന് മാറണം. ഇതിലേക്ക് നമ്മൾ എരിവിന് പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഈ 3ൻ്റെയും അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ചേർക്കുന്നത് കത്രിക്കയാണ്. നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കത്രിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം കത്രിക്കയിൽ ഒരേപോലെ മിക്സായി വരണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ കത്രിക്ക വേകുമ്പം കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി വരും. ഉപ്പ് ചേർത്തത് കൊണ്ട് കത്രിക്കയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളും. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേവും. പിന്നെ വേണമെങ്കിൽ കുറച്ച് സമയം ഏറ്റവും സിമ്മിലാക്കി ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കും. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് തുറന്നു വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരും. അപ്പോൾ ഞാനിതിലേക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇതാ നമ്മുടെ കത്രിക്ക മസാല തയ്യാറായി. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റ് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കത്രിക്ക മസാല തയ്യാറായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.